Greetings to all this morning. രാവിലെ സമയത്ത് എല്ലാവർക്കും ഗ്രീറ്റിംഗ്സ്. I want to convey my greetings to those who are watching on the YouTube channel also. യൂട്യൂബ് ചാനലിൽ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ വന്ദനം. The past few weeks or past few months I've been actually thinking and being praying about certain things that have been happening around our nation, and in between I've also been thinking and praying about things that are personal in nature to our family. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുന്ന കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. I should say the constant news that has been coming to the church to pray for what's happening in North India and to the workers was a real provocation. I was really moved in my spirit to say, hey, we need to pray more. I need to pray more. And I was convicted to pray more. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുമല്ലേ, വടക്കേ ഇന്ത്യയിൽ ഇന്ന ആളിനെ പിടിച്ച ജയിലിലിട്ടു, ആ പ്രശ്നം ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെ പീഡനത്തിൽ കൂടി പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ വ്യക്തിപരമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. And then there were other issues also which we had to take time to spend to pray. അതുമാത്രമല്ല വേറെ ചില വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ സമയം മാറ്റിവെച്ചു. And I began to study passages that talked about prayer and intercession. അങ്ങനെ ആയിരുന്നപ്പോൾ പ്രാർത്ഥനയും മധ്യസ്ഥതയും കുറിച്ച് ചില വേദഭാഗങ്ങൾ ഞാൻ പഠിക്കുവാനായി തുടങ്ങി. And one of such passages I want to speak from this morning as a short meditation. അങ്ങനെ ഞാൻ പഠിച്ച ഒരു വേദഭാഗത്തിൽ നിന്ന് ഞാൻ നമ്മളുടെ ധ്യാനത്തിനായിട്ട് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I want to warn you that as I began to study, I felt very uncomfortable. ഞാൻ ഇത് പഠിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് അസ്വസ്ഥത തോന്നി. Because it is not very comfortable as you study into the Word of God faithfully. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസ്തയോടുകൂടി വചനം വായിക്കുമ്പോൾ ചിലപ്പം നമുക്ക് അസ്വസ്ഥതയൊക്കെ തോന്നും. And so this morning we are going to study 2 chapters of a book in the Old Testament, the book of Nehemiah. ഇന്ന് രാവിലെ പഴയ നിയമത്തിൽ നിന്നുള്ള നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് 2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുവാനായിട്ട് പോവുകയാണ്. And the title of my message is Nehemiah the Intercessor and the Instrument. എൻ്റെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് നെഹമ്യാവായ മധ്യസ്ഥനും ഉപകരണവും. As you begin to understand what it means to be an intercessor, God takes hold of you and God will cause you to become an instrument to fulfill the purposes for which you are interceding. ഈ ഒരു മധ്യസ്ഥ ആകുന്ന എന്തുവാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ ആ മധ്യസ്ഥതയെ എങ്ങനെ ചെയ്യണമെന്നും അങ്ങനെ നിങ്ങളെ മധ്യസ്ഥത ചെയ്യുവാനായിട്ട് മുന്നോട്ട് നയിക്കുന്നതും. So Anita, നെഹമ്യാ 1 മുതൽ 4 വരെ വായിച്ചാട്ടെ. ഹഖല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ. അത്രയും മതി. I'll also read the last phrase of verse 20. I'll read that. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. 11-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം. Here we are introduced to the man Nehemiah.
ഇവിടെ നെഹമ്യാവ് എന്ന ആ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. He is actually the cupbearer to the king, someone living in the palace with great comfort. നെഹമ്യാവ് ആരായിരുന്നു? അദ്ദേഹം ഉള്ള രാജാവിൻ്റെ പാനപാത്ര വാഹകനായിരുന്നു. വളരെ ആഡംബരത്തോടെ ജീവിക്കുന്ന ഒരു ആളായിരുന്നു. So he was in the palace and in charge of, scholars tell me, I'm not a Hebrew scholar, maybe in charge of all the cooking and maybe in charge of the serving and making sure the king did not consume anything poisonous. അപ്പോൾ ദൈവശാസ്ത്രം പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ഈ നെഹമ്യാവിൻ്റെ ജോലി എന്തുവായിരുന്നു? അദ്ദേഹം ആ രാജകൊട്ടാരത്തിൽ ഉള്ള ഭക്ഷണം വെക്കുന്ന അതിൻ്റെ എല്ലാം ചുമതല അദ്ദേഹത്തിനായിരുന്നു. അത് മാത്രമല്ല, ഈ ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും പോയ്സണോ വല്ലതും വിഷം ഇട്ടിട്ട് രാജാവിനെ കൊല്ലാനുള്ള ശ്രമിക്കുവാണെങ്കിൽ അതിൽ നിന്ന് രാജാവിനെ രക്ഷിക്കുവാനായിട്ടുള്ള ചുമതലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. So that is what the word cupbearer usually mean. അതാണ് ഈ പാനപാത്രവാഹകൻ എന്നുള്ള ആ ഒരു വാക്കിന്റെ അർത്ഥം. Now, but here we find one of the best amazing prayers of intercession that a man in the Old Testament does. ഈ ഒന്നാം അധ്യായത്തിൽ ഒരു വ്യക്തി ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത ചെയ്യുന്ന ഒരു വളരെ നല്ല പ്രാർത്ഥനയുടെ ഒരു മാതൃക തന്നെ നമുക്ക് കാണാൻ സാധിക്കും. When we move to chapter 2, we find that God caused him to move as a result of this prayer to do things. നമ്മൾ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം ദൈവം ഈ നെഹമ്യാവിനെ മുന്നോട്ട് ചില സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് ദൈവം പ്രേരിപ്പിക്കും. So usually we tend to look at the intercession and we say, well, what are the points of this intercession? Let's look at the prayer intercession and we can pray the same intercession. That's what we should do. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു അധ്യായം വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ മധ്യസ്ഥതയെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതിനകത്ത് 1, 2, 3, 4 ഇങ്ങനത്തെ പോയിന്റുകളുണ്ട്, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും. But in the life of Nehemiah we find the first thing that we read now is that there was a preparation of the intercessor. എന്നാൽ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ മധ്യസ്ഥത തുടങ്ങുന്നതിന് മുമ്പ് ഈ മധ്യസ്ഥത ചെയ്യുന്ന ആളിൻ്റെ ഒരു ഒരുക്കം നമുക്ക് കാണാൻ സാധിക്കും. So that's the first point, the preparation of the intercessor, Nehemiah 1:1-4 and last part of verse 11. അപ്പം നെഹമ്യാവ് 1 മുതൽ 4 വരെയും 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും നമ്മൾ നോക്കുമ്പോൾ ഈ നെഹമ്യാവ് എന്ന വ്യക്തിയെ ദൈവം ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. As I studied this and I spent time thinking about it, let me tell you, I didn't feel comfortable at all. I saw the shortcomings in my life as a prayer, as an intercessor. ഈ ഒരു വേദഭാഗം ഞാൻ ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഒരു മധ്യസ്ഥത ചെയ്യുന്ന ആളിൻ അതിനകത്ത് ഒരു പല പോരായ്മകൾ എനിക്ക് കാണാൻ സാധിച്ചു. So let's look at the life of Nehemiah. അപ്പോൾ നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നമുക്കൊന്ന് നോക്കാം. I already said he was a cupbearer, very comfortable life. The people of Israel are, before let me say, there were 3 deportations from the Israel and Judah to Babylon. അപ്പം നമുക്ക് ഇതിൻ്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇസ്രായേൽ മക്കളെ ബാബിലോൺ വന്ന് ആക്രമിച്ചു. അവിടുന്ന് 3 തവണയായിട്ട് ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക് കടത്തിക്കൊണ്ട് പോയി. Now you may ask, why did God allow that? അവൻ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നേക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ദൈവം അനുവദിച്ചത്? People of God and the enemies of God are taking them out. അയ്യോ, ഇസ്രായേൽ മക്കള് ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു. അവരുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ വന്ന് ഇസ്രായേൽ മക്കളെ എടുത്തുകൊണ്ട് പോയപ്പോൾ ദൈവം എന്താണൊന്നും ചെയ്യാതിരുന്നത്? This is where you need to read the scriptures carefully. അവിടെയാണ് നമ്മൾ തിരുവെഴുത്ത് സൂക്ഷിച്ച് വായിക്കേണ്ടതായിട്ടുള്ളത്. God had himself said, if you do not walk in my way, ദൈവം അവരോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾ എൻ്റെ വഴിയിൽ നടക്കുന്നില്ല എങ്കിൽ. You can go back and read in Deuteronomy and the other books about ആവർത്തന പുസ്തകത്തിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. People will come and take away your things. They will
I will allow others to come and steal your belongings. God very clearly says that. ദൈവം അവിടെ മുന്നമേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾ എൻ്റെ വഴികളിൽ നടക്കുന്നില്ല, അനുസരണത്തിൽ നടക്കുന്നില്ല എങ്കിൽ മറ്റ് ആൾക്കാര് ശത്രുക്കളെ വന്ന് നിങ്ങളെ തോൽപ്പിക്കും, നിങ്ങളെ പിടിച്ചോണ്ട് പോകും. Secondly, he said, and you still don't listen, then you will have famine and pestilence. പിന്നെ ഇങ്ങനെയും പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അവിടെ ക്ഷാമവും നിങ്ങൾക്ക് വളരെ അസുഖങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. Thirdly, he said, you still don't listen, I'll send you enemies of the land, enemies of yours will come and take you as slaves to their land. എന്നിട്ട് പിന്നെയും നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. Now all of these happened. ഇത് നേരത്തെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതുപോലെ അവിടെ സംഭവിച്ചു. In the book of Judges, the Philistines, the Amorites, the Canaanites, all of them came and they were running amok, and the whole history of Judges is about how God would raise up men and women who will rise up and deliver them from the oppressors. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ അവിടെയും പലപ്പോഴും ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാത്തപ്പോൾ ദൈവം ശത്രുക്കളെ അയച്ച് അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു, ബാധകൾ അവരുടെ ജീവിതത്തിൽ വന്നു. അങ്ങനെ പിന്നെ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ നടുവിൽ നിന്ന് ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതായിട്ട് പല അവസരങ്ങളിൽ അങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The most famous famine we know about is during the time of Elijah, and God sent it because Elijah declared it and it happened. ഏറ്റവും ഇതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ഷാമം ഏലിയാവിൻ്റെ നാളുകളിൽ വന്നായിരുന്നു. അത് ദൈവം തന്നെ ഏലിയാവിൽ കൂടി പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു. And then we find that Nebuchadnezzar came and 3 times he took away people from the people of Israel. First Israel and then Judah. നമ്മളെ പിന്നെ കാണും എങ്ങനെ ദൈവം ബാബിലോൺ രാജാവിനെ അയച്ചിട്ട് യൂദായുടെ ആൾക്കാരെ 3 തവണയായിട്ട് അവിടുന്ന് ബാബിലോണിലേക്ക് കടത്തിക്കൊണ്ടുപോയി. But God had promised he will restore them after 70 years. പക്ഷെ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തായിരുന്നു 70 സംവത്സരത്തിന് ശേഷം അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. And God brought them back in 3 ways. Zerubbabel leading one group, Ezra leading another group, and Nehemiah leading the third group. അവരെ 3 തവണയായിട്ട് തിരിച്ചു വരികയും ചെയ്തു. ഒന്ന് സെറുബാബേലിന്റെ നേതൃത്വത്തിൽ, 2 എസ്രായുടെ നേതൃത്വത്തിൽ, 3-മതായിട്ട് നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ. Zerubbabel was the grandson of the last king and he's in the lineage of Jesus. സെറുബാബേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം യൂദായുടെ സ്ഥാനത്തെ രാജാവിന്റെ ചെറുമകനായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ രാജാക്കന്മാരുടെ ആ വംശാവലിയിൽപ്പെടുന്ന ആളായിരുന്നു. In the lineage of Jesus. അങ്ങനെ യേശുവിന്റെ വംശാവലി വരുന്ന ഒരാളാണ്. And then Ezra is a priest. എസ്രായെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എസ്ര ഒരു പുരോഹിതനായിരുന്നു. And Nehemiah was a noble. എന്നാൽ നെഹെമ്യാവ് അദ്ദേഹം ഒരു പാനപാത്രവാഹകനായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പുരോഹിതനൊന്നും അല്ലായിരുന്നു. But he's a noble of the people of Israel. നോബിൾ. See, in the book of Daniel it says the people who are of noble families were taken and trained to become servers in the kingdom. Now he was one of them. ഈ ദാനിയലിനെ പോലുള്ള ആൾക്കാർ, അതായത് വളരെ നല്ല പഠിപ്പും നല്ല കുടുംബവും അങ്ങനത്തെ ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു നെഹെമ്യാവും ദാനിയേലും എന്നൊക്കെ പറയുന്ന ആൾക്കാർ. So you understood the history. Now Nehemiah was living in very good comfort, very wonderfully. Some people are there in Jerusalem, who are there, and some people are there, who are not taken care of. Sometimes something like what we would talk of. The people in north or people in that corner, they're not educated, they're not, and we just look down on people like that very often. അപ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ നെഹെമ്യാവ് വളരെ സുഖ സൗകര്യത്തിൽ ജീവിക്കുമായിരുന്നു. അപ്പം വേണേ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ, യെരുശലേമിലൊക്കെ ചില ആൾക്കാരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഇന്ന് നമ്മളും ഇങ്ങനെ കേരളത്തിൻ്റെ ഈ സുഖ സൗകര്യങ്ങളിൽ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ വടക്ക് ഇന്ത്യയിലെ ചില പഠിപ്പില്ലാത്ത ആൾക്കാരൊക്കെ അവർക്ക് വലിയ പ്രശ്നത്തിലൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കായിരുന്നു. I mean, there are so many poor people around this nation and this state that, let me tell you, most of the people sitting here are not concerned about. Are you concerned about everyone? നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഒത്തിരി പ്രശ്നത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ?
What should Nehemiah think of the people in Jerusalem? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് വലിയ സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന നെഹമ്യാവ് യെരുശലേമിലുള്ള ആൾക്കാരെ കുറിച്ച് എന്തിനായിരുന്നു ഭാരപ്പെടേണ്ടത്? I told you I began to pray about things, study this passage in context of what our fellow believers were facing in North India. ഇന്ന് നമ്മളുടെ സഹവിശ്വാസികൾ വടക്കേ ഇന്ത്യയിൽ അവർ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചതും ധ്യാനിച്ചതും. But then God began to ask me, are you concerned about people who don't know Jesus? അപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഈ യേശുവിനെ അറിയാൻ വയ്യാത്ത ആൾക്കാരെ കുറിച്ച് നിനക്ക് ഭാരമുണ്ടോ? Are you concerned about people in your state? നിന്റെ സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നിനക്ക് ഭാരമുണ്ടോ? Are you concerned about people in your district? നിന്റെ ജില്ലയിൽ ഉള്ള ആൾക്കാരെ കുറിച്ച് നിനക്ക് ഭാരമുണ്ടോ? Are you concerned about other people in this town? ഈ നീ താമസിക്കുന്ന പട്ടണത്തിൽ താമസിക്കുന്ന മറ്റ് ആൾക്കാർക്ക് വേണ്ടി നിനക്ക് ഭാരമുണ്ടോ? Why do I say this? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? The first thing, preparation of the intercessor, is that Nehemiah was acutely interested in the condition of his people in Jerusalem. അപ്പം ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് നെഹമ്യാവ് തൻ്റെ സ്വന്തം ആൾക്കാരെ യെരുശലേമിലുള്ള സ്വന്തം ആൾക്കാരെ കുറിച്ച് അദ്ദേഹത്തിന് ഒത്തിരി ഭാരമുണ്ടായിരുന്നു. Some relatives had come from Jerusalem. അദ്ദേഹത്തിൻ്റെ ചില ചാർച്ചക്കാര് യെരുശലേമിൽ നിന്ന് ശൂഷൻ രാജധാനിയിലേക്ക് കടന്നു വന്നു. Susa was a winter capital, okay, of the Persian Empire. In winter time they would go there. ഈ പേർഷ്യ മഹാരാജ്യത്തിൻ്റെ തണുപ്പ് കാലത്ത് ഉണ്ടായിരുന്ന രാജധാനിയായിരുന്നു ഈ ശൂഷൻ രാജധാനി എന്ന് പറയുന്നത്. Now, so they come and they give news in Jerusalem. Things are terrible. അവര് കുറച്ച് ആൾക്കാർ യെരുശലേമിൽ നിന്ന് കടന്നു വന്നിട്ട് നെഹമ്യാവിനോട് പറഞ്ഞു, അയ്യോ യെരുശലേമിലെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. Let me tell you the first thing that God will speak to you from this passage. ഈ വേദഭാഗത്തിൽ നിന്ന് ദൈവം നിങ്ങളോട് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് The first thing I want to point out. അല്ലെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? If you are not interested in the people, you will never become an intercessor. ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അവരെ ഇഷ്ടമില്ല അല്ലെ അങ്ങനെ അവർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരിക്കലും ഭാരവും വരത്തില്ല. അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി മധ്യസ്ഥയും ചെയ്യത്തില്ല. Nehemiah went and asked, how are the people doing? What is happening to them? And there were many who heard him. None of them felt the burden, but Nehemiah felt the burden. Why? Because he was interested for his people. അപ്പം നെഹമ്യാവ് അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് അവിടെ യെരുശലേമിൽ? അപ്പോൾ അതിൻ്റെ ഉത്തരം വേറെ ഒത്തിരി പേര് കേട്ടു, പക്ഷെ നെഹമ്യാവിന് മാത്രമേ ആ ഒരു ഭാരം വന്നുള്ളൂ. Now, very often we tend to think in terms of, we've heard of this revival in Asbury and revivals in different places, and we tend to think that, that should come here also. പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഉണർവ് നടക്കുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ആസ്ബറി അമേരിക്കയിൽ അവിടെ ഉണർവ് നടന്നു നമ്മൾ കേട്ടു. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, നമ്മുടെ ഇവിടെയും അങ്ങനെ ഉണർവ് വരണം. I was acutely interested in Asbury because that's where my father studied. ഈ ആസ്ബറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് അവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് കൂടുതൽ കൗതുകമുണ്ടായിരുന്നു. We think that what happens in a particular locality, we want that to happen in our lives also. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം, ആ നല്ല കാര്യം നമ്മുടെ ഇവിടെയും നടക്കണം. But I want to ask you, are you really bothered and concerned about the conditions of the people around you? പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരമുണ്ടോ? Nehemiah realized the walls of Jerusalem were broken down. യെരമ്യാവിനെ മനസ്സിലായി യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുവായിരുന്നു. What is the significance of broken walls? ഈ മതിൽ ഇടിഞ്ഞു കിടന്നാൽ എന്താണ് പ്രശ്നം? In olden times, walls around a city signified that the people inside were safe and they were well cared for. ഈ പണ്ടുകാലത്ത് ഈ ഒരു പട്ടണത്തിന് ചുറ്റിനുമുള്ള മതിലുള്ളപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്?
ആ പട്ടണത്തിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ അവരെ സുരക്ഷിതരാണ്. I don't know whether any of you have lived within a walled city. നിങ്ങൾ ആരെങ്കിലും ഈ മതില് ചുറ്റി ഒരു പട്ടണത്തിൽ താമസിച്ചിട്ടുണ്ടോ? I've actually lived in a town which had a walled city. ഞാൻ അങ്ങനെ ഒരു പട്ടണത്തിൽ പണ്ട് താമസിച്ചായിരുന്നു. In 1980, I worked as a missionary with IEM. 1980 IEM മിഷണറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചായിരുന്നു. And I worked in a town called Chitradurga, which has a fort. You can go and visit that fort. കർണാടകത്തിൽ ചിത്രദുർഗ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഫോർട്ട് ഉണ്ട്, കോട്ട. And that fort has 7 concentric walls. 7 walls around the area where the people stayed. ആ ഒരു ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്ത് 7 ഇങ്ങനെ ഒന്നിന്റെ പുറകാലെ ഒന്ന് ഇങ്ങനെ മതിലുകൾ ചുറ്റി അവിടെ ഉണ്ട്. Because he knew the importance of safety for his people. അപ്പം അന്നത്തെ ആ രാജാവിന് അറിയാം അവരുടെ ജനത്തിന് എത്ര സുരക്ഷിതത്വം വേണമെന്ന്. So that is in the Old Testament. അപ്പൊ ഇത് പഴയ നിയമകാലത്ത്. But I want to ask you, are the walls around your life built up? പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ചുറ്റിനും ഉള്ള മതില് അത് പണിഞ്ഞിരിക്കുവാണോ അതോ വീണ് കിടക്കുവാണോ? Are the walls around your family built up? നിങ്ങളുടെ ചുറ്റിനുമുള്ള നിങ്ങളുടെ കുടുംബത്തിന്റെ ചുറ്റിനുമുള്ള മതിലുകൾ എങ്ങനെയുണ്ട്? What do I mean by this? ഞാൻ അത് പറയുമ്പോൾ എന്തുവാണ് അർത്ഥമാക്കുന്നത്? In today, around in the world, most people, most families, most institutions, the walls are broken down. ഇന്ന് നമ്മളെ ലോകത്തിൽ നോക്കിയാലേ പല വ്യക്തികള്, പല കുടുംബങ്ങള്, പല സ്ഥാപനങ്ങളുടെ മതിലുകൾ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. That is why Agape is going to have a training for people to learn how to bring their lives into order. അതുകൊണ്ടാണ് അഗാപ്പെ സെന്റർ ഇങ്ങനെ ഒരു ട്രെയിനിങ് തന്നെ തുടങ്ങാനായിട്ട് പോകുന്നത്. If your walls are broken down, the walls of your family walls are broken down, the walls around your church is broken down, people inside are in great danger. നിങ്ങളുടെ ചുറ്റിനുള്ള മതിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചുറ്റിനുള്ള മതിൽ, അല്ലെ നിങ്ങളുടെ സഭയുടെ ചുറ്റിനുള്ള മതിലുകൾ അത് ഇടിഞ്ഞു കിടക്കുവാണെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനകത്ത് തകരാറ് വന്നിട്ടുണ്ട്. Nehemiah, as soon as he heard about this, he was moved. It says in verse 4 that ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. As soon as I heard these words, I sat down and wept and mourned for days, and I continued fasting and praying before God of heaven. This is part of the preparation of the intercessor. ഇതും ഒരു മധ്യസ്ഥന്റെ ഒരുക്കത്തിന്റെ ഒരു ഭാഗമാണ്. You don't listen to a situation, you don't hear about a situation and you think, well, if they are suffering, that's it. What am I to do about it? അപ്പം നിങ്ങളെ ഒരു കാര്യം കേൾക്കുന്നു, അപ്പം വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അത് ചിലരുടെ ജീവിതത്തിലൊക്കെ പ്രശ്നമുണ്ട്, ഇനി ഞാനെന്തോ ചെയ്യാനാ? He got what he deserved. അവന് അർഹിച്ചത് അവന് കിട്ടി. After this morning service, someone came to me and said, reminded what I shared in the morning, reminded of that person of what Cain asked God, am I my brother's keeper? ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷിലുള്ള ഞാൻ പ്രസംഗിച്ചതിന് ശേഷം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ഈ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് കയൻ ദൈവത്തോട് ചോദിച്ച കാര്യമാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? You may be saying that this morning. ഒരുപക്ഷെ ഇന്ന് രാവിലെ നിങ്ങളും അന്ന് കയൻ പറഞ്ഞ പോലെ പറയുമായിരിക്കാം, He's good for nothing. I mean, what can I do about it? അവനെ ഒന്നിനും കൊള്ളത്തില്ല, ഇനി അതിന് ഞാനെന്തോ ചെയ്യാനാ? See, if that is our attitude, then we will never be effective in our prayer. നമ്മളുടെ അങ്ങനെയുള്ള ഒരു മനോഭാവമാണെങ്കിൽ നമ്മൾ മധ്യസ്ഥതയിൽ ഒട്ടും മുന്നോട്ട് പോകത്തില്ല. Nehemiah was someone who cared, who found out, who wept, who was moved by the condition of his people. നെഹെമ്യാവിനെ സംബന്ധിച്ച് നെഹെമ്യാവ് അവരുടെ അവസ്ഥ എന്തുവാണെന്ന് തിരക്കിയതിന് ശേഷം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം വന്നു. അങ്ങനെ അദ്ദേഹം ദൈവത്തിന് മുമ്പാകെ കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു.
Now please read chapter 1, Anita, 4 തൊട്ട് 11 വരെ ഒന്ന് വായിച്ചാട്ടെ, ഒന്നാം അധ്യായം. Chapter 1, 4 to 11, please. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് കളയും. എന്നാൽ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയൻ്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. Now when you go through this prayer, you wonder whether this was a prayer Nehemiah actually prayed at right at the beginning or right at the end, because I'll explain now. ഈ പ്രാർത്ഥന നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നെഹെമ്യാവ് തുടക്കത്തിലായിരുന്നോ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്, അതോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടായിരുന്നോ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കാനിടയാകും. Because Nehemiah praises that says, today give me success. ഇന്ന് എനിക്ക് അങ്ങ് ഒരു വിജയം തരണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. But we're going to look at the prayer now. അപ്പോൾ എന്നാൽ ഇപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയെ ഒന്ന് നോക്കാൻ പോവുകയാണ്. As when we read through verse 4, we find that what he heard and caused him to fast and pray. നെഹെമ്യാവ് കേട്ട കാര്യങ്ങൾ വാർത്ത അത് കേട്ടിട്ട് അദ്ദേഹം വളരെ വിഷമിച്ചു, അദ്ദേഹം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. Now this is something almost all of us have felt at some time or the other. നമ്മളെ മിക്കവാറും പേര് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളും അങ്ങനെ ചെയ്ത് കാണും. I'm going to fast and pray. നമ്മൾ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Yeah, okay. Today I'm going to fast and pray. ഇന്ന് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. And that's where it ends. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് അന്ന് അവിടെ അങ്ങ് അവസാനിക്കുകയാണ് പലപ്പോഴും. 1 day, 1.5 day, 2 day. ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസം. But in Nehemiah's life it didn't stop. എന്നാൽ നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ അത് അവസാനിച്ചില്ല. If you look at the timing, because both the months are written, the day he heard the news and he started fasting, and the day he stood before the king and asked, there's a difference of 4 months. Roughly 3.5 months to 4 months. നമ്മൾ ഇത് ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ വാർത്ത കിട്ടിയതും പിന്നെ അദ്ദേഹം രാജാവിൻ്റെ മുമ്പിൽ ചെല്ലുന്നതുമായിട്ട് ഒരു 3.5-4 മാസം ഗ്യാപ്പുണ്ട്. Okay, it's written in Hebrew months, that's why you don't understand, but if you go Google you'll find out there are 4 months in between. എബ്രായ മാസങ്ങളിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ ഏകദേശം 3.5-4 മാസം ഗ്യാപ്പുണ്ട്. So first of all I want to say, if you're going to be moved as an intercessor and God moves you, then you're going to start praying, and that prayer will not be something momentary. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ അത് ദൈവം തന്നെ നിങ്ങളെ അതിനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഒരു നിമിഷ നേരം മാത്രം പ്രാർത്ഥിച്ചിട്ട് അത് അവസാനിക്കത്തില്ല, മറിച്ച് അത് തുടർന്ന് ഉള്ള ഒരു പ്രാർത്ഥനയായി തീരും. There is a story of a man called Rees Howells, written in a book called The Intercessor. I think we have it in our library. If you want to study the life of an intercessor, please borrow that book and read it. റീസ് ഹവൽ. ഹവൽ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം മധ്യസ്ഥ എന്നുള്ള ഇന്റർസെസർ എന്നുള്ള ഒരു ഇംഗ്ലീഷിലൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാവുന്നതാണ്. Someone else wrote it about him because that's a story of his life actually. അത് റീസ് ഹവൽ എഴുതിയ പുസ്തകമല്ല, റീസ് ഹവലിനെ പറ്റി വേറെ ഒരാൾ എഴുതിയ പുസ്തകമാണ്. So first of all, in the prayer of Nehemiah, you find that he was not just momentarily moved, he carried the burden till God made an answer. അപ്പോൾ നെഹെമ്യാവ് ഒരു നിമിഷത്തേക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു എന്നല്ല ഇവിടെ കാണുന്നത്. ദൈവത്തിന് മുമ്പാകെ അദ്ദേഹം ആ ഭാരം എടുത്തുകൊണ്ട് പോയി, ദൈവം അതിന് ഉത്തരം നൽകുന്നത് വരെ ദൈവം മുമ്പാകെ ആ ഭാരം ദൈവത്തോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. And the second thing I want to mention is that he humbled himself before the Lord. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനായിട്ടുള്ളത്, അദ്ദേഹം ദൈവം മുമ്പാകെ അദ്ദേഹത്തെ തന്നെ താഴ്ത്തി. Why do I use that word? Because it's not in this passage. ഇവിടെ അദ്ദേഹത്തെ തന്നെ താഴ്ത്തി എന്നുള്ള ഒരു വാക്ക് നമുക്കിവിടെ കാണാം. But in the Old Testament, humbling is practiced by fasting before the Lord. പഴയ നിയമത്തില് ആൾക്കാര് ഉപവസിക്കുന്നത് അവരെ തന്നെ താഴ്ത്താൻ വേണ്ടിയായിരുന്നു. Whenever it talks about they humbled themselves, the immediate thing was they fasted. എവിടെയെങ്കിലും ആൾക്കാര് അവരെ തന്നെ താഴ്ത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഉപവാസമുണ്ട്. And whenever it says they fasted, it says they fasted and humbled themselves before the Lord. അല്ലെ എവിടെയെങ്കിലും ഉപവസിച്ചു എന്ന് പറയുമ്പോൾ ഉപവസിച്ചത് തന്നെത്താൻ താഴ്ത്താൻ വേണ്ടിയാണ്. So he is seeing, he is willing to humble himself before the Lord and willing to give up something that most of us are not willing to give up, food. അപ്പൊ അദ്ദേഹം ദൈവമുമ്പാകെ തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് തയ്യാറായിരുന്നു. നമ്മളിൽ പലരും ഒട്ടും മാറ്റിവെക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യം അദ്ദേഹം മാറ്റിവെക്കാൻ തയ്യാറായിരുന്നു, അതായത് ഭക്ഷണം. Are you addicted to food? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭക്ഷണത്തോട് ആസക്തിയുണ്ടോ? It's a very odd question I'm asking. Addicted to food? Food we need. ഇത് ചിലർക്ക് വിവാദം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലെ ചിലരെ മുറിവേൽപ്പിക്കും. Okay. How long do you think you can live without food? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിച്ചിരിക്കാൻ പറ്റും? Try it. Try it. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. വെള്ളം you have to drink. Yeah. വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കാൻ എത്ര നാൾ നിൽക്കാൻ പറ്റും? See, it is so important for us to begin to see that fasting is not an extra biblical practice. ഈ ഉപവാസം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു രീതിയോ ശൈലിയോ ഒന്നുമല്ല. Let me explain this. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്? When you come to Matthew chapter 6, don't turn there. Jesus said, when you pray. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിലേക്ക് ഇപ്പൊ തുറക്കണ്ട. അവിടെ യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. What does that mean? ആ ഒരു പദത്തിന്റെ അർത്ഥം എന്തുവാ? Because you are going to pray. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ He didn't say if you pray. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്നല്ല പറഞ്ഞത്. When you pray. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. Okay? You accept that? നിങ്ങൾ അത് സമ്മതിക്കുന്നുണ്ടല്ലോ. So if he says when you pray, it means you are going to pray. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കും എന്ന് അതിനകത്ത് ഒരു മനസ്സിലാക്കലുണ്ട്. Then Jesus got to say when you fast. അതിനുശേഷം യേശു പറയുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ. That means അതിനർത്ഥം എന്താണ്? you are supposed to fast. അതിനർത്ഥം നിങ്ങൾ ഉപവസിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഉപവസിക്കുമ്പോൾ
He didn't say if you fast. നിങ്ങൾ ഉപവസിച്ചാൽ എന്നല്ല അവിടെ പറയുന്നത്. If you don't pray, do you feel guilty? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധമൊക്കെ തോന്നാറുണ്ടോ? If you don't fast, do you feel guilty? എന്നാൽ നിങ്ങൾ ഉപവസിച്ചില്ലേ നിങ്ങൾക്ക് ഇച്ചിരി കുറ്റബോധം വല്ലതും തോന്നാറുണ്ടോ? Start feeling it from today. I am declaring it before you. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുവാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറ്റബോധം വരുന്നത് നല്ലതാണ്. We have quietly removed any discipline in the scriptures that exacts a sacrifice from us. നമ്മളിൽ നിന്ന് ത്യാഗപരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ഈ കാലത്ത് നമ്മൾ ഓരോന്നായിട്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. Freedom in Christ. നമ്മൾ പറയുന്നത് ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. Let me tell you, those who are free in Christ, who have those who fasted and prayed, and God told them, set aside Paul and Barnabas for the work of the ministry. ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തു യേശുവിൽ സ്വതന്ത്രരായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ അന്ത്യോക്യ സഭയിൽ അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞത്, പൗലോസിനെയും ബർന്നബാസിനെയും എൻ്റെ സേവയ്ക്കായിട്ട് മാറ്റിവെക്കുകയും. And in the New Testament, there are plenty of instances of people fasting. I don't want to take time now. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് വിശ്വാസികൾ അവിടെ ഉപവസിക്കുന്നതിന്. Jesus said certain things shall not pass away without fasting and prayer. Jesus made it very clear. I don't want to give a teaching on that, but Jesus said that clear. ഇന്ന് ഉപവാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് പോവുകയല്ല, എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞു, ചില കാര്യങ്ങൾ പ്രാർത്ഥനയാലും ഉപവാസത്താലുമേ അത് മാറത്തുള്ളൂ. അത് മലയാളത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും എന്നാണ്. But I think the Greek is fasting and praying. അത് യവന ഭാഷയിലെ ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകത്തുള്ളൂ എന്ന് യേശു പറഞ്ഞു. Okay. Now, that's the second thing. When he prayed, he humbled himself and he fasted. He was willing to be serious about his commitment to pray and humbling himself before God. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത്, അദ്ദേഹം ദൈവത്തിന് മുമ്പാകെ ഇത് ഗൗരവമേറിയ ഒരു കാര്യമാണ് എന്നുള്ള ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം ഉപവസിക്കുകയും പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും. In the prayer of the intercessor, the third point is his prayer was based on the word of God. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. He didn't simply pray anything he wanted to pray. അദ്ദേഹത്തിന് എന്താണ്ട് തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുവല്ലായിരുന്നു. Because if you pray like that, you will pray for any of your desires and you won't know whether it's according to the will of God. നമുക്ക് ഒരാൾ അയാളുടെ ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ ദൈവത്തോട് അങ്ങ് പറയുവാണെങ്കിൽ അത് ദൈവ ഇഷ്ടപ്രകാരമാണോ പ്രാർത്ഥിക്കുന്നതെന്ന് അദ്ദേഹത്തിനും മനസ്സിലാകത്തില്ല. But he knew that God had spoken certain things and God had said, if you turn to me, I will forgive you, I will do this and I will bring you back to the land. And God had said those things. He takes the word of God and brings it back to God. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നെഹമ്യാവിന് അറിയായിരുന്നു ദൈവം മുന്നമേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞു വന്നാൽ ഞാൻ ഈ നിങ്ങളെ ചെതറിപ്പോയ ആൾക്കാരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തെ എടുത്തുകൊണ്ട് അദ്ദേഹം ദൈവം മുമ്പാകെ കൊണ്ടുവന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു. Let me give you a correction God gave me, a very strong correction. I was praying last 2 weeks. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ സ്ട്രോങ് ആയിട്ട് തിരുത്തിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. I do this. I use the word of God when I pray. ഞാൻ ദൈവവചനം എടുത്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. But sometimes I realized my prayer was going to convince God that God should do it because he had written it in the word, and therefore because it is written, then God, and I would just continue. For example, if you're praying for healing, Lord, you said it. You said it. It's something like, I'm berating God that God should do it. And as the moments go, my voice gets higher and higher and higher. And we think that it is some faith. It's not faith, it's lack of faith. അപ്പോൾ ഞാൻ കഴിഞ്ഞ കാലത്ത് ഉദാഹരണത്തിന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ അങ്ങയുടെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇത് നടന്നേ പറ്റൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ദൈവത്തെ വഴക്ക് പറയുന്ന പോലെ, നീ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാത്തേ എന്നുള്ള രീതിയിൽ ആ പ്രാർത്ഥന അങ്ങ് തിരിഞ്ഞു പോകുമായിരുന്നു. That reminded me of a story Deepa's cousin told me 25 years back.
എൻ്റെ ഭാര്യ ദീപയുടെ കസിന് 25 വർഷം മുമ്പ് ഞങ്ങളോടൊരു കഥ പറഞ്ഞു. അത് ഞാൻ ഓർക്കുന്നു. He's an international dog judge. His name is Philip John. ആളുടെ പേര് ഫിലിപ്പ് ജോൺ എന്നാണ്. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര തലത്തിലെ ഈ പട്ടികളുടെയൊക്കെ ഡോഗ് ഷോയുടെ ഒരു ജഡ്ജാണ്. So in his home, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ he's talking to his dog, അദ്ദേഹത്തിൻ്റെ പട്ടിയോട് സംസാരിക്കുമായിരുന്നു. and he basically said, "Come here." അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങ് വാ. Almost I couldn't hear him say that. പെരിയ സംസാരിച്ചത്. And I asked him, അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. and you know what he said? അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം? The higher you raise your voice, the more you are out of your control, and the dog knows it. ഈ ശബ്ദം കൂടുതൽ ഉയർത്തിയാൽ ഈ പട്ടിക്ക് മനസ്സിലാവും നമ്മൾ നിയന്ത്രണത്തിലല്ലെന്ന്. അപ്പം അതുകൊണ്ടാണ് പെരിയ പറഞ്ഞത്. He just mentions this, and then we went on to talk about, talking about these things. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ഞങ്ങൾ സംസാരിച്ചു. Tell another story. Stories. Some people are feeling sleepy here, so I'm going to tell another story. I can see some people sleeping here. ഉച്ച സമയമാണ്, ചിലർക്ക് ഉറക്കമൊക്കെ വരുന്നു. ഞാൻ നമുക്കെല്ലാം ഒന്ന് എഴുന്നേക്കാം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. All of you please stand up. തട്ടി ഉടത്തിയൊരു കുഴപ്പമില്ല കേട്ടോ. Okay, get sit down. ഇനി വേണം ഇരിക്കാം. Okay. So we were in YWAM, in an organization called YWAM in Pune around 34 years back. ഏകദേശം 34 വർഷം മുമ്പ് യൂത്ത് വിത്ത് എ മിഷൻ വൈവാമിൻ്റെ ഒരു മിഷൻ സ്റ്റേഷൻ പൂനെയിൽ ഞങ്ങളായിരുന്നു. And after the training, one of the men of God whom till today I think he's one of the top spiritual men I've met in my life. His name is Bart Donweed. Bart Donweed. ബാർട്ട് ഡോൺവീഡ് എന്ന് പറയുന്ന ഒരു ഡച്ചുകാരൻ, ഒരു നെതർലാൻഡ്സിലെ ഒരാളായിരുന്നു. അദ്ദേഹം ഞാൻ ഇന്നും വിചാരിക്കുന്നു ഞാൻ കണ്ടതിലേക്കും വളരെ ആത്മീകനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. Karin, if you're listening, I'm talking about Bart. Okay, Karin Johnson knows him. യൂട്യൂബിലെ കരിൻ കാണുന്നുണ്ടെങ്കിൽ കരിനോട് ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ. Bart told us something very interesting. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വളരെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. He took us to pray for people. അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് And കൊണ്ടുപോയി. he told us, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, you don't need to shout. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോഴേ ഒത്തിരി അങ്ങ് അലക്കേണ്ട ആവശ്യമൊന്നുമില്ല. God is not deaf. ഈ ദൈവത്തിന് കേൾവിയുടെ പ്രശ്നമൊന്നുമില്ല. And if you feel you have to shout, that means there's something wrong with your life. അപ്പം Your faith. നിനക്ക് തോന്നുവാ നിനി ഇപ്പം ഇവിടെ കടന്ന് അലച്ചാലേ ദൈവം കേൾക്കത്തുള്ളെന്ന്. അപ്പം നിന്റെ വിശ്വാസത്തിന് ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. Get out in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ. Why do you need to do that? ഇത്രയും ഉറക്കെ അലക്കേണ്ട ആവശ്യം എന്താണ്? I'm telling a true story. ഞാൻ സത്യമായിട്ടും നടന്ന ഒരു കാര്യം പറയാണ്. In Bombay, when we were there, we used to have some people manifest suddenly in the worship, And basically, it's not manifestation of the spirit, it's manifestation of an evil spirit. അപ്പം ബോംബെയിൽ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആരാധിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പ്രത്യേകം ഒരു വല്ലാതൊക്കെ അവർ കാണിക്കും. അത് ആത്മാവിൻ്റെ പ്രകടനം ഒന്നും അല്ല, അത് ദുഷ്ടാത്മാക്കൾ അവിടെ ചില കാര്യങ്ങൾ കാണിക്കുമായിരുന്നു. So I realized after some time, I need to tell the spirit to keep quiet. അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദുഷ്ടാത്മാവിനോട് അവിടെ അടങ്ങിയിരിക്കാനായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. So I went up to the person. അപ്പം ഞാൻ ആളുടെ അടുക്കിലേക്ക് പോയി. ഞാനിങ്ങനെ പെരിയെ പറഞ്ഞു, ഞാൻ ഈ മീറ്റിംഗ് നിർത്തുന്നിടം വരെ ഇരിക്കും. That person just sat down. അപ്പോൾ ആളങ്ങ് ഇരുന്നു. Till the meeting finished. ആ യോഗം അവസാനിക്കുന്നിടം വരെ അവിടെ ഇരുന്നു. When the benediction was over, ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ I went to that person. ഞാൻ ആളുടെ അടുക്കിലേക്ക് പോയി. I said, "What's the problem?" And suddenly he started manifesting. And I said, "You don't need to shout, just leave." അപ്പം എന്തുവാന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പിന്നെ ആ പുതമിളകി. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ അലക്കേണ്ട ആവശ്യമില്ല, ഇറങ്ങിപ്പോ. ആ ഭൂതത്തിനോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ആ പുള്ളി ഇറങ്ങാനല്ല, പുള്ളിയുടെ ഉള്ളിലുള്ള ഭൂതം ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. Instantaneously the spirit left. ആ തത്സമയം തന്നെ ആ ഭൂതം ഇറങ്ങിപ്പോയി. Why do we think we need to shout? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒത്തിരി ഉറക്കെ അലക്കേണ്ട ആവശ്യം എന്താണ്? Think about it.
നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് Let me move on, because I'm not talking about casting out spirits. ഞാൻ ഇന്ന് ദുഷ്ടാത്മാക്കളെ പുറത്താക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ടല്ല വന്നത്. Another point is, Nehemiah identified with the sins of the people. He didn't say, Lord, they have sinned. He said, we have sinned. അടുത്ത പോയിന്റ് ഇതാണ്, നെഹമ്യാവിൻ്റെ ജനത്തോട് ഒരു ഏകീഭവിച്ചു. അതായത് നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞില്ല, ഓ എവരെല്ലാം അന്യന്മാരെ എവരായി പാപം ചെയ്തെന്ന്. നെഹമ്യാവ് പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു. Do you identify with the people you pray for? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ വേണ്ടി നിങ്ങൾ അവരോട് ഏകീഭവിച്ചാണോ പ്രാർത്ഥിക്കുന്നത്? Do you pray for your children and would you say, Lord, forgive him? Or do you say, forgive us as a family? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവനെ നീ ക്ഷമിക്കണമേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്, അതോ ഞങ്ങളെ ക്ഷമിക്കണേ എന്നാണോ പ്രാർത്ഥിക്കുന്നത്? Another point is, Nehemiah did not receive a call. In this whole passage, there is no call of God to Nehemiah. വേറൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാനായിട്ടുള്ളത്, നെഹമ്യാവിന് ദൈവവിളി കിട്ടിയായിരുന്നോ? ഇവിടെ ഈ വേദഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ നെഹമ്യാവിനെ ദൈവം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് വിളിച്ചതായിട്ട് കാണുന്നുണ്ടോ? But he was so burdened with the need and he was so aware of the heart of God that he began to carry the heart of God and pray. നെഹമ്യാവ് അവിടുത്തെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഭാരം വന്നു. അദ്ദേഹത്തിന് അങ്ങനെ ദൈവത്തിൻ്റെ ഭാരം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് ചില ഭാരങ്ങൾ ലഭിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി. Nehemiah the intercessor. നെഹമ്യാവായ ആ മധ്യസ്ഥൻ. We saw the preparation of the intercessor. ഈ മധ്യസ്ഥന്റെ ആ ഒരു ഒരുക്കത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. Now we have been just seeing the prayer of the intercessor. ഇപ്പോൾ ആ മധ്യസ്ഥന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നു. Now the third one, which is chapter 2, is the plan for involvement. രണ്ടാമത്തെ അധ്യായത്തിലാണ് ഇനിയും മുന്നോട്ടുള്ള കാര്യത്തിലെ വേണ്ടിയുള്ള പദ്ധതിയുടെ. Now let me quickly tell the story. I'm not going to read the whole of chapter 2. ഈ രണ്ടാം അധ്യായം ഇനി എല്ലാം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നില്ല. ഞാൻ സംഭവ കഥയെന്ന് പറഞ്ഞുകൊള്ളട്ടെ. Nehemiah was in front of the king and one day he was very sad. നെഹമ്യാവ് രാജാവിന്റെ മുന്നിലായിരുന്നു. ഒരു ദിവസം നെഹമ്യാവ് വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. And the king asked him, why are you sad? You're not sick. Why are you sad? അവൻ രാജാവ് പുള്ളിയോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. Nehemiah got scared. നെഹമ്യാവിന് ഭയപ്പെട്ടു. Because it was an unwritten principle that no one had to be sad in front of the king of Persia. എന്താണെന്ന് വെച്ചാല് ഈ പേർഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന ആരും വിഷമിച്ച് നിൽക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതപ്പെടാത്ത ഒരു നിയമം ഉണ്ടായിരുന്നു. So he was scared because if the guy gets angry, off with his head. അതുകൊണ്ട് നെഹമ്യാവിന് ഭയം വന്നു. എന്താന്ന് വെച്ചാൽ ഇനിയും രാജാവിന് ദേഷ്യം വല്ലതും വന്നെങ്കിൽ പിന്നെ തലപോന്ന പരിപാടിയാണ്. It says there, I was scared. അവിടെ എഴുതിയിട്ടുണ്ട്, നെഹമ്യാവ് ഭയപ്പെട്ടു. And he prayed to God. പെട്ടെന്ന് നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. And he asked the king. എന്നിട്ട് രാജാവിനോട് ചോദിച്ചു, The place where my forefathers come from, it is destroyed. എൻ്റെ പിതാക്കന്മാർ വന്ന ആ സ്ഥലത്ത് അവിടെ എല്ലാം നശിച്ച് ഇരിക്കുകയാണ്. And I want to go back and build it. എനിക്ക് തിരികെ പോയി അവിടെ ആ മതിലുകൾ പണിയണമെന്ന് ആഗ്രഹമുണ്ട്. And the king said, what do you want? അപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്ക് എന്തോ വേണം? And Nehemiah said, 1, 2. നെഹമ്യാവ് 1, 2 എന്ന് പറഞ്ഞ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. So I just want to, when you begin to be an intercessor, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ മധ്യസ്ഥത വഹിക്കുമ്പോൾ God begins to move in your heart. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. And God will open the door. ദൈവം ചില വാതിലുകൾ തുറക്കും. And you become involved as an instrument of God's answer. അങ്ങനെ പിന്നെ നമ്മൾ മധ്യസ്ഥതയിൽ നിന്ന് ദൈവത്തിൻ്റെ ആ ഉത്തരത്തിൻ്റെ ഒരു ഉപകരണവുമായി തീരും. There is a need. അവിടെ ഒരു ആവശ്യമുണ്ട്. We have a need in Kollam town. ഇന്ന് കൊല്ലം പട്ടണത്തിൽ ആവശ്യമുണ്ട്. We have a need in the state of Kerala. There are hundreds and millions of people who do not know the Lord. ഇന്ന് കേരള സംസ്ഥാനത്തിൽ ആവശ്യമുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കർത്താവിനെ അറിയത്തില്ല. We have a need in this nation of ours where there are so many who do not know the Lord. ഇന്ന് ഇന്ത്യ രാഷ്ട്രത്തിലെ
വലിയ ആവശ്യമുണ്ട്. ഒരു കോടികൾ ആൾക്കാർക്ക് കർത്താവിനെ അറിയത്തില്ല. We heard the story of Gideon this morning. ഇന്ന് രാവിലെ സമയത്ത് ഗിഡിയൻസിന്റെ ആ ഒരു മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ We കേട്ടു. also are involved in Bible Society. നമ്മളെ ബൈബിൾ സൊസൈറ്റിയുടെ കാര്യത്തിലും നമ്മൾ ഇൻവോൾവ് ആണ്. Uncle Thomas John in our church, Koshi John is involved in Transworld Radio, another ministry. ഇവിടെ ട്രാൻസ്വേൾഡ് റേഡിയോ എന്ന് പറഞ്ഞ വേറൊരു മിനിസ്ട്രി ഉണ്ട്. നമ്മുടെ ഇടയിലുള്ള കോശിയങ്കൾ അതിന്റെ ഒരു ഭാഗമാണ്. And our old Binsi and Tina are involved in Bible translation. നമ്മളുടെ ഇടയിലുള്ള ബിൻസിയും ടീനയും അവരെ വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേഷന്റെ ഭാഗമാണ്. And we know about the work in Chinchpada. We know the work in many other parts of India which we are involved in. നമ്മളെ ചിഞ്ച്പാടയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. വേറെ ഒത്തിരി കാര്യത്തിലും നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നു. Are you concerned? എന്നാൽ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഭാരമുണ്ടോ? Or are you saying, what is the church doing? അതോ Are you just saying, what is the church doing about this thing? അതോ നിങ്ങളെ ഒരു സൈഡിൽ ഇരുന്നോണ്ട് സഭ എന്താ ചെയ്യുന്നത്, സഭ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ? I want to stop for a minute and explain something. എന്തേലും അതാണോ നിങ്ങൾ ചോദിക്കുന്നത്? I want to stop and explain something. ഞാൻ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോളൂ. Who is the church? ഈ സഭ എന്ന് പറയുന്നത് ആരാണ്? One boy is raised his hands, you know. കൊച്ചുകുട്ടി അവിടെ കൈ പൊക്കി, എന്തിനാന്നറിയത്തില്ല. He's the only one who's understood me. സഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരാ ഉൾപ്പെടുന്നത്? കുഴപ്പമില്ല മോളെ, he's right. കൈ പൊക്കണം എല്ലാവരും, മോൻ മാത്രമേ പൊക്കിയുള്ളൂ. Okay. See, we somehow think that there is some mystic body called the church and it's not revived. ഈ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഏതാണ്ട് ഒരു സഭ എന്ന് പറയുന്ന ഒരു മർമ്മമുണ്ട്, അതിൽ ഉണർവ് വരണം. Friends, let me tell you, you be revived and the church will be revived. ഞാൻ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഉണർവ് പ്രാപിക്കുക. അപ്പം നിങ്ങൾ സഭയുടെ ഭാഗമായതുകൊണ്ട് സഭയും പിന്നെ ഉണർവ് പ്രാപിക്കും. It always starts with someone. ഇതെല്ലാ ഉണർവും ആരെങ്കിലും ഒരാളിൽ നിന്നാണ് തുടങ്ങുന്നത്. And when you are revived and you begin to return to the Lord, then it spreads to the next person, to the neighbor. He's literally my neighbor. Okay, it spreads to the neighbor, it spreads to other people, and it catches on. ഞാൻ ഉണർവ് പ്രാപിക്കുമ്പോൾ എന്നിൽ നിന്ന് ആ ഉണർവ് ആളി മറ്റുള്ളവരെ, എൻ്റെ അയൽവക്കത്തുള്ള ആളിനും അത് പടരും. അങ്ങനെ ബാക്കിയുള്ളവരിലും ആ ഉണർവ് പടരും. Let me tell you, no revival started with the leaders. Do you know that? നിങ്ങൾക്കറിയാമോ, ഈ നമ്മൾ ഉണർവിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഉണർവ് സാധാരണ ഈ നേതൃത്വത്തിലുള്ള ആൾക്കാരിൽ നിന്നല്ല തുടങ്ങാറുള്ളത്. One person or one woman, they were moved by the Holy Spirit. They did something and it just broke. Touched the leaders. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെ വേറെ ആരെങ്കിലും ഒരാളെ സാധാരണക്കാരെ അവർ കർത്താവിലെ അവർ പ്രാർത്ഥിച്ചല്ലേ അവർ കർത്താവിനോട് അടുത്ത്, അങ്ങനെയാണ് പലപ്പോഴും പല ഉണർവുകളും വന്നിട്ടുള്ളത്. Have you caught on the vision of God that's in the heart of God that says, I have so much to do, and are you responding like Isaiah, here am I Lord, send me? ദൈവം ഇന്നിങ്ങനെ പറയുന്നു, എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഇങ്ങനെ ദൈവത്തോട് അന്ന് യെശയ്യാവ് പ്രതികരിച്ച പോലെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ? അടിയൻ ഇതാ, എന്നെ അയക്കണമേ. Nehemiah was willing to put his life at stake because even in front of the king of Persia, he was willing to be sad because he was so caught up with the burden for the people of God. ഈ നെഹമ്യാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിൽ ഇട്ടു. റിസ്ക് എടുത്തു. എന്താണെന്ന് വെച്ചാൽ നെഹമ്യാവിൻ്റെ ജനത്തിനു വേണ്ടി അത്രയ്ക്കും ഒരു ഭാരമുണ്ടായിരുന്നു. Another thing you need to understand is that when you really begin to intercede, God will then begin to work in your mind and give you ideas. Don't think this from Satan, this from God. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഭാരത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ചില ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും. അപ്പം ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ഐഡിയാസ്. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് സാത്താൻ എന്നോട് സംസാരിക്കുകയാണെന്ന്, അല്ല, ദൈവം സംസാരിക്കുക. How do I know that? അതെങ്ങനെയാ എനിക്ക്? Because when Nehemiah started talking to the king, എന്താണെന്ന് വെച്ചാൽ നെഹമ്യാവ് രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ the king asked him, what do you want? അപ്പം രാജാവ് നെഹമ്യായോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണം? No, Nehemiah didn't say,
let me think. I didn't think about it. Only fasting and praying. അപ്പോൾ ഉടനെ നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞില്ല, അയ്യോ രാജാവേ, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ, ഞാനന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. He had a list already. നെഹമ്യാവ് അന്ന് രാജാവിന്റെ മുമ്പിൽ നിന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെ പുള്ളിക്ക് I need ചെയ്യാൻ പറ്റും. letters to the governors. This governor, that governor, that governor, that governor. Give me the letter and then I will go so that I can go through. He had already planned what he needs to do. നെഹമ്യാവിനോട് അന്ന് ആ രാജാവ് ചോദ്യം ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഓൾറെഡി എല്ലാം തയ്യാറായിരുന്നു. അതായത് പുള്ളി പറഞ്ഞു, ഇന്ന ഗവർണർമാർക്ക് ഒരു കത്ത് തരണം, എന്താന്ന് വെച്ചാൽ അതുവഴിയായിരിക്കും അദ്ദേഹം പോകുന്നത്, ഇന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വരും. അതിൻ്റെ അർത്ഥം പുള്ളി ഓൾറെഡി പുള്ളിയുടെ മനസ്സിൽ വളരെ ക്ലിയർ ആയിരുന്നു എന്തൊക്കെ പുള്ളി ചെയ്യേണ്ടതായിട്ടുണ്ട്. And the second thing was, he immediately said, okay, for the building what we need timber. Okay, so I need letter from this king. So see, he was ready. He was not just praying and saying, oh Lord, I'm burdened. No, he was also creatively thinking. He was planning. He was saying, I want to be involved in what you want to be involved in. And Lord, I'm ready. Amen. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നെഹമ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമേ യെരൂശലേമിനെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുമല്ലായിരുന്നു. ആ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്ലാൻ ഉണ്ടാക്കുമായിരുന്നു എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരുന്നു രാജാവ് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തുനിന്ന് കടന്നു പോകാനായിട്ടുള്ള പെർമിഷൻ മാത്രമല്ല, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് തടിയുടെ ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഞങ്ങൾക്ക് അനുവാദം അവിടുന്ന് വേണം. ഇതെല്ലാം അദ്ദേഹം പ്ലാൻ ചെയ്തു വെച്ചായിരുന്നു. And God and the king said, you go, you do it. I'll appoint you the governor. It's amazing. രാജാവ് പറഞ്ഞു നെഹമ്യാവിനോട്, നീ പോയി നീ കാര്യം ചെയ്യേ, ഞാൻ നിന്നെ അങ്ങ് ഗവർണറാക്കുക അവിടുത്തെ. Not only that, I'm going to send an armed escort to take you safely. അതുമാത്രമല്ല, ഞാൻ സശസ്ത്രമായിട്ടുള്ള ആൾക്കാരെ നിന്റെ കൂടെ അയക്കുവാണ്. എന്താന്ന് വെച്ചാൽ നീ സുരക്ഷിതമായിട്ട് അതുവഴി കടന്നു. Not just the letters, I'm going to send you my army also. അത് നീ കത്ത് ചോദിച്ചതേ ഉള്ളൂ, പക്ഷെ ഞാൻ കുറെ സേനയെ തന്നെ കുറച്ച് ആൾക്കാരെ വിടുന്നുണ്ട്. And God told him later, it's not in this chapter, that from the taxes you take for your expense. എന്നിട്ട് ഈ ഒരു അധ്യായത്തിലില്ല, അത് കഴിഞ്ഞിട്ടുള്ള അധ്യായത്തിലുണ്ട്. അതായത് ഈ കരം ലഭിക്കുമല്ലോ അവർക്ക്, അതിൽ നിന്ന് കുറച്ച് നിന്റെ ചെലവിന് വേണ്ടി നീ എടുത്തോന്നും പറഞ്ഞു. What am I trying to say? ഞാൻ എന്തുവാണ് ഈ പറഞ്ഞു വരുന്നത്? If you are truly preparing your heart to be an intercessor, നിങ്ങൾ മധ്യസ്ഥത ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ യഥാർത്ഥമായിട്ട് ഒരുക്കുവാണെങ്കിൽ, and if you pray capturing the heart of God, നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ പിടിച്ച് വെക്കുന്ന രീതിയിലുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ, and if you are willing to be that instrument that God wants to use, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഉപകരണം നിങ്ങൾ ആകുവാൻ ആഗ്രഹിക്കുവാണെങ്കിൽ, God will not only answer your prayer, God will answer more than you even asked. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ഉത്തരം തരുമെന്ന് മാത്രമല്ല, നിങ്ങൾ ചോദിച്ചതിനപ്പുറമായിട്ടും ദൈവം നിങ്ങൾക്ക് നൽകും. God is a God of the heavens and the earth. Hallelujah. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ആ ദൈവം അവിടെ ഉത്തരം നൽകും. He is not blind to the need of his people. ദൈവത്തിന്റെ ജനത്തിന്റെ ആവശ്യങ്ങള് കാണാതിരിക്കാനായിട്ട് അദ്ദേഹം കുരുടനൊന്നും അല്ല. But he is looking for people who will stand in the gap and intercede. പക്ഷേ ഇടുവിൽ നിന്ന് മധ്യസ്ഥത ചെയ്യാൻ വേണ്ടി ദൈവം ആൾക്കാരെ തേടുകയാണ്. For this nation of India, ഇന്ന് ഇന്ത്യ രാഷ്ട്രത്തിനു വേണ്ടി, for the state of Kerala, ഇന്ന് കേരള സംസ്ഥാനത്തിനു for വേണ്ടിയും, the city of Kollam also. കൊല്ലം പട്ടണത്തിനു വേണ്ടി. Are you ready? നിങ്ങൾ അതിന് തയ്യാറാണോ? That is the call that comes to us. ഇതാണ് ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് There's വരുന്ന much വിളി. work to be done. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. But God is looking for people who are willing to പക്ഷേ say, I'm ഇവിടെ ready. ആഗ്രഹമുള്ള ആ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ദൈവം തേടുന്നു. Can we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we want to thank you for the privilege of being involved in your work. പിതാവേ, അങ്ങയുടെ പ്രവർത്തനത്തിൽ അങ്ങ് ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന ആ വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. Forgive us, Lord, that we have just sat, Lord, immobile and wanting you to do everything. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അങ്ങ് എന്തെങ്കിലും അനങ്ങണം, അങ്ങ് പല കാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. But Lord, you are waiting for people to capture your heart and be willing to go. എന്നാൽ കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നത്
അങ്ങയുടെ ഹൃദയത്തിലുള്ള ഭാരം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പടികൾ എടുക്കുന്ന ആൾക്കാരായി തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. You're waiting for people to pray. ആൾക്കാർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങ് കാത്തിരിക്കുന്നു. You're waiting for people to be yielded as instruments. നല്ല ഉപകരണമായിട്ട് തന്നെ അങ്ങേക്ക് വിട്ടുതരുന്ന ആൾക്കാരായി വേണ്ടി അങ്ങ് കാത്തിരിക്കുന്നു. Lord, help us to go back to the word and truly be transformed as intercessors. ദൈവമേ, അങ്ങയുടെ വചനത്തിലേക്ക് തിരികെ പോയി യഥാർത്ഥമായിട്ടും രൂപാന്തരപ്പെടുന്ന ആ മധ്യസ്ഥരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We commit ourselves to you this week. ഇന്ന് ഈ ആഴ്ച ഞങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. May we go out and live for all that you want us to be involved in. കർത്താവേ, ഏത് കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഏർപ്പെടണം, അതിൽ ഇടപെടണം, അതിലൊക്കെ ഞങ്ങളെ ആകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And help us, O Lord, to be people who are totally and completely, Lord, yielded to your burden and your plan for this world. കർത്താവേ, അങ്ങേക്കുള്ള ഭാരത്തിലും അങ്ങേക്ക് ഈ ലോകത്തിനെ കുറിച്ചുള്ള പദ്ധതികളിലും കർത്താവേ ഉൾപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. For we pray in Jesus' precious name. ഞങ്ങൾ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Praise God. Hallelujah. Is it over? Okay. God bless you all. May God use you this week to be those who will go back and study Nehemiah 1 and 2. And may God use that passage to change us. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തിരികെ പോയി നെഹെമ്യാ 1ഉം 2ഉം അധ്യായങ്ങൾ പിന്നെയും വായിക്കണം, പഠിക്കണം. അത് ഉപയോഗിച്ച് ദൈവം നിങ്ങളെ വ്യത്യാസപ്പെടുത്തട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.